നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലഗോതുരുത്ത് പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച ബിജു ഇറ്റിത്തറയെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വെള്ളക്കെട്ടിനെ തുടർന്ന് കയ്പമംഗലത്ത് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിൽ കടൽക്ഷോഭം രൂക്ഷം. 20ഓളം കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. ആലഗോതുരുത്ത് പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച ബിജു ഇറ്റിത്തറയെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബിജു ഇറ്റിത്തറ ആശുപത്രിയിലും നിരാഹാരം തുടരുകയാണ്. അതേസമയം മന്ത്രിയുടെ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അറിയിച്ച് വികസന സമിതി പ്രവർത്തകരായ സന്തോഷ് മംഗലത്ത്, ശിവരാമൻ പ്ലാക്കപ്പറമ്പിൽ എന്നിവർ സമരപ്പന്തലിൽ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ചന്തപുര ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം സാമൂഹ്യ പ്രവർത്തകൻ TL ജോയ് ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൺകാളുകളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, സുനിൽകുമാറിനും എല്ലാം. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സമരങ്ങൾ ചെയ്യാൻ മറന്നുപോയ ഒരു പ്രതിപക്ഷമാണ് ഇവിടെ. ചില പ്രസ്താവന ഞാൻ കൂടുതലായിട്ട് അവരുമായിട്ടാണ് അടുപ്പം, കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ടാണ്. അവരുടെ ധാരണ അവർ ഭരിക്കണമെന്നാണ്. ഭരിക്കണ ആളുകൾ നടത്തുന്ന പ്രസ്താവന പോലെയാണ് അവർ നടത്തുന്നത്. പ്രത്യേകിച്ചും വേറെ ആളുകളല്ലേ ഭരിക്കുന്നത്. നാസൂദിവിടെ UDF അല്ലേ ഭരിക്കുന്നത്. UDFിൻ്റെ ആൾക്കാർ തന്നെ നാസൂദിലാണെങ്കിൽ വളരെ മുൻകരുത്തി രാവിലെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ് തടസ്സം? നമ്മൾ സാധാരണ ആലയിലും കൊടുങ്ങല്ലൂരിൻ്റെ പരിസരങ്ങളിലുണ്ടാക്കിയ ഐക്യമുണ്ടല്ലോ, ഇത് രാഷ്ട്രീയം മാറ്റിവെച്ച തൽക്കാലം. രാഷ്ട്രീയമുള്ള ആൾക്കാരാണ് എല്ലാവരും, CPIയും BJPയും CPM എല്ലാ ആളുകളും കൂടാതെ. പക്ഷേ എന്നെപ്പോലുള്ള അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷനായി. TA ഗിരീഷ് കുമാർ, ബേബി റാം, പോണത്ത് ബാബു, KH നാസിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വെള്ളക്കെട്ട് ദുരിതം പേറുന്നവർക്കായി കയ്പമംഗലത്ത് ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് KV ദാസനും സംഘവും ക്യാമ്പുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് പദ്ധതി സമർപ്പിക്കാൻ ജനപ്രതിനിധികൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കയ്പമംഗലം പഞ്ചായത്തിലെ ക്ഷേമോദയം പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ വളരെ രൂക്ഷമായ രീതിയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിവിടെ വന്നത് തന്നെ. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്നൊരു സാഹചര്യമല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തൊക്കെ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് അതിന് വിവിധ ഏജൻസികളിൽ നിന്ന് പണം കണ്ടെത്താൻ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് പോകേണ്ടത്. അതിനിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിനൊരു ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ് എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.
ക്ഷേമോദയം LP സ്കൂളിലും MIC ഓർഫനേജ് UP സ്കൂളിലും സന്ദർശനം നടത്തിയ ഇദ്ദേഹത്തോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ്, ഹഫ്സ ഉഫൂർ, ബ്ലോക്ക് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് K ദിലീപ് കുമാർ, കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, അംഗങ്ങളായ CJ ജോഷി, അനിത ബാബു, PM അബ്ദുൾ മജീദ്, TM അബ്ദുറഹ്മാൻ, മണി ഉല്ലാസ്, കണ്ണൻ നായർ എന്നിവരും ഉണ്ടായിരുന്നു. കൂളിമുട്ടം പ്രാണിയാട് മഹല്ല് വെൽഫെയർ അസോസിയേഷൻ രൂപീകരണ പ്രഖ്യാപനവും പഠനോപകരണ വിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂളിമുട്ടം പ്രാണിയാട് മേഖല വളരെ നിർധനരായ ആളുകൾ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടുത്തെ പലരും പലവിധ വിഷമങ്ങളാൽ, അസുഖങ്ങൾ കൊണ്ടും മറ്റും തൊഴിലില്ലായ്മ കൊണ്ടും വിദ്യാഭ്യാസപരമായ പിന്നോക്കം കൊണ്ടുമെല്ലാം വളരെ ക്ഷീണിതരാണ്. അവർക്കെല്ലാം ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂളിമുട്ടം പ്രാണിയാട് വെൽഫെയർ അസോസിയേഷൻ എന്ന ഒരു സംഘടന രൂപീകരിച്ച് എല്ലാ ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സേവന പ്രവർത്തനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിന് ഒരുങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ള ഒരു സംഘടനയാണ് പ്രാണിയാട് വെൽഫെയർ അസോസിയേഷൻ. വൈകിട്ട് 4-ന് ഷിഹാബുൽ മില്ലത്ത് മദ്രസ ഹാളിൽ നടക്കുന്ന യോഗം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്യും. VS സുനിൽകുമാർ MLA, ES മുഹമ്മദ് അലി എന്നിവർ മുഖ്യാതിഥികളാകും. ഇസ്ലാമും സാമ്പത്തിക നീതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ സുബൈർ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷൻ പ്രസിഡന്റ് NM അബ്ദുൽ ഖാദർ, സെക്രട്ടറി CB ഹുസൈൻ, മഹല്ല് സെക്രട്ടറി PK റഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് ചളിങ്ങാട് ശാഖയുടെ നേതൃത്വത്തിൽ സ്നേഹനിധി പെൻഷൻ വിതരണം ചെയ്തു. 105 കുടുംബങ്ങൾക്ക് 300 രൂപ വീതമാണ് വിതരണം ചെയ്തത്. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ചളിങ്ങാട് ശാഖ മാസങ്ങളോളമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശിഹാബ് റിലീഫ് സെല്ലിന്റെ ഭാഗമായി ഈ മാസത്തെ വിതരണം ഇന്ന് ഇവിടെ വെച്ച് ഈ 10-ാം വാർഡ് പ്രദേശത്ത് വെച്ച് നടക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക, പരമാവധി സാധാരണക്കാരായ ആളുകളുടെ അടിത്തട്ടിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം എല്ലാ പാർട്ടികളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിം ലീഗും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗ് എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്നതാണ് ഇന്ന് കേരളത്തിലെ വലിയ ചൂടേറിയ ചർച്ച. ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ KM അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA ഇബ്രാഹിം ഹാജി പെൻഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നേതാക്കളായ KB ഹംസ, TK സെയ്ദു, PA ബക്കർ, PM സൈനുദ്ദീൻ, PA മുഹമ്മദ്, PA ബഷീർ, പുത്തൻകുളം സെയ്ദ് മുഹമ്മദ്, PM അബ്ബാസ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമലക്ഷ്മിയിൽ ജനവാസ കേന്ദ്രത്തിൽ വീട്ടുമുറ്റത്തെ പ്ലാവിലുള്ള കടന്നൽക്കൂട് ഭീഷണിയാകുന്നു. പറൂപ്പന ബഷീറിന്റെ പറമ്പിലാണ് കടന്നൽക്കൂടുള്ളത്. വ്യാഴാഴ്ച രാവിലെയാണ് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം 2 അടി നീളമുള്ളതാണ് കടന്നൽക്കൂട്. ഇടവേള.